2024 മെയ് മാസം 1-ാം തീയതി, അതായത് ഇന്നലെ നേച്ചർ ലൈഫ് ടി-വിയിൽ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. ഞാൻ ആ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3-4 ദിവസങ്ങൾക്ക് മുമ്പാണ്. ആ സമയത്ത് ലണ്ടനിൽ നിന്നുള്ള അസ്ട്രാസെനക്കയുടെ കുറ്റസമ്മത മൊഴി പുറത്തു വന്നിരുന്നില്ല. ഏപ്രിൽ 30-ാം തീയതിയാണ് മാതൃഭൂമി ദിനപത്രവും മറ്റു ചില പത്രങ്ങളും അസ്ട്രാസെനക്കയുടെ കോവിഡ് വാക്സിനെ കുറിച്ച് ഒരു വാർത്ത പുറത്തുവിടുന്നത്. ആ വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. നിരവധി പേരാണ് എന്നെ വിളിക്കുന്നത്, എന്ത് ചെയ്യണം, എങ്ങനെ രക്ഷപ്പെടും. വാർത്ത ഇതാണ്: കോവിഷീൽഡിന് പാർശ്വഫലങ്ങളേറെ, സമ്മതിച്ച് നിർമ്മാതാക്കൾ. രക്തം കട്ടപിടിക്കാനും പക്ഷാഘാതത്തിനും സാധ്യത. ലണ്ടൻ. കോവിഡ് പ്രതിരോധ വാക്സിനായ കോവിഷീൽഡ് സ്വീകരിച്ചവരിൽ രക്തം കട്ടപിടിക്കാനും പ്ലേറ്റ്ലെറ്റിന്റെ എണ്ണം കുറയാനും സാധ്യതയുണ്ടെന്ന് സമ്മതിച്ച് നിർമ്മാതാക്കളായ അസ്ട്രാസെനക്ക കമ്പനി. കോവിഷീൽഡിന് പാർശ്വഫലമുണ്ടെന്ന് ആദ്യമായാണ് കമ്പനി സമ്മതിക്കുന്നത്. കോവിഷീൽഡ്, വാക്സേറിയ തുടങ്ങിയ പല ബ്രാൻഡ് നാമങ്ങളിൽ ആഗോളതലത്തിൽ ഉപയോഗിച്ച വാക്സിനാണിത്. ഓക്സ്ഫോർഡ് സർവകലാശാലയുമായി ചേർന്നാണ് അസ്ട്രാസെനക്ക ഇത് വികസിപ്പിച്ചത്. വാക്സിൻ സ്വീകരിച്ചവരിൽ ഗുരുതരമായ പാർശ്വഫലങ്ങളും മരണവും വരെ ഉണ്ടായിട്ടുള്ളതായി പരാതി ഉയർന്നിരുന്നു. ഒട്ടേറെ കുടുംബങ്ങൾ അസ്ട്രാസെനക്കെതിരെ കോടതിയിലും പോയി. വാക്സിൻ സ്വീകരിച്ച ശേഷം മസ്തിഷ്കത്തിന് സ്ഥിരമായ തകരാറുണ്ടായി എന്ന് പറഞ്ഞ് 2021 ഏപ്രിലിൽ ജെയിംസ് സ്കോട്ട് എന്നയാളാണ് കേസിന് തുടക്കമിട്ടത്. രക്തം കട്ടപിടിക്കുകയും പ്ലേറ്റ്ലെറ്റ് കുറയുകയും ചെയ്യുന്ന ത്രോംബോസിസ് ആൻഡ് ത്രോംബോസൈറ്റോപീനിയ സിൻഡ്രോമാണ് TTS എന്ന് ചുരുക്കപ്പേരിൽ പറയും, അദ്ദേഹത്തെ ബാധിച്ചത്. അപൂർവം സന്ദർഭങ്ങളിൽ കോവിഷീൽഡ് TTSനും ഇടയാക്കുമെന്ന് ബ്രിട്ടനിലെ ഹൈക്കോടതിയിൽ നൽകിയ രേഖയിൽ അസ്ട്രാസെനക്ക സമ്മതിച്ചു. സുരക്ഷാ ആശങ്കയെ തുടർന്ന് അസ്ട്രാസെനക്ക ഓക്സ്ഫോർഡ് വാക്സിന്റെ ഉപയോഗം ബ്രിട്ടൻ അവസാനിപ്പിച്ചിരുന്നു. ഇതാണ് വന്ന വാർത്ത. ഇന്നത്തെ മാതൃഭൂമി പത്രത്തിൽ അതിനൊരു കൗണ്ടർ മറ്റൊരു വാർത്തയുണ്ട്. അതൊരു വളരെ രസകരമായൊരു വാർത്തയാണ്. എങ്ങനെയാണ് നമ്മുടെ ശാസ്ത്രജ്ഞന്മാർ, എവിടെയാണ് അവർ നിൽക്കുന്നത്, ആരാണ് നമ്മുടെ വിദഗ്ധന്മാർ, ആസ്ഥാന വിദഗ്ധന്മാർ, എന്താണ് അവരുടെ സമീപനം, അത് വ്യക്തമാക്കുന്നൊരു വാർത്തയാണ് ഇന്ന് വന്നിട്ടുള്ളത്. മാതൃഭൂമിയിൽ മുൻ പേജിൽ തന്നെ, അതും കളറിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. കോവിഡ് വാക്സിൻ വിവാദം അനാവശ്യം. ഡോക്ടർ ബി ഇക്ബാൽ, കോഴിക്കോട്. കോവിഡ് വാക്സിനായ കോവിഷീൽഡ് ഉപയോഗിച്ചവർക്ക് അപൂർവ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കുമെന്ന് ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയായ അസ്ട്രാസെനക്ക കോടതിയിൽ സമ്മതിച്ചതായുള്ള വാർത്തകൾ അനാവശ്യ ആശയക്കുഴപ്പം സൃഷ്ടിച്ചുവെന്ന് പൊതുജനാരോഗ്യ വിദഗ്ധനായ ഡോക്ടർ ബി ഇക്ബാൽ, അദ്ദേഹം പൊതുജനാരോഗ്യ വിദഗ്ധനാണ്. അസ്ട്രാസെനക്ക കമ്പനി വിപണനം ചെയ്യുന്ന കോവിഷീൽഡ് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചതാണ്. ഫീൽഡ് ട്രയലിനായി ഫണ്ടിങ് നടത്തുക മാത്രമാണ് അസ്ട്രാസെനക്ക ചെയ്തിട്ടുള്ളത്. വാക്സിൻ സുരക്ഷയെക്കുറിച്ച് അഭിപ്രായം പറയാൻ അസ്ട്രാസെനക്ക യോഗ്യതയുള്ള ഏജൻസി അല്ല. ഇപ്പോഴല്ലേ കാര്യം മനസ്സിലായത്. ടൊയോട്ട കമ്പനിയുടെ ഉടമ ടൊയോട്ട കാറുകളെ കുറിച്ച് അഭിപ്രായം. കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നിരന്തരം കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയാണ് ജനാരോഗ്യ പ്രസ്ഥാനം. എല്ലാ ജില്ലകളിലും കഴിഞ്ഞ 24 വർഷങ്ങളായി ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രകൃതി സന്ദേശയാത്രയുടെ ഭാഗമായി മെയ് 1 തുടങ്ങി 14 വരെ നടക്കുന്ന
ജനാരോഗ്യ കൺവെൻഷനുകളിൽ വരണം, പങ്കെടുക്കണം. നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ്. ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള എൻ്റെ ക്ലാസ്സും ഉച്ചയ്ക്ക് ശേഷമുള്ള കൺസൾട്ടേഷനുമാണ് പ്രധാനമായിട്ട് അതിലുള്ളത്. ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ അംഗങ്ങളാകാൻ ഒരിക്കൽ കൂടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ടൊയോട്ട കമ്പനിയുടെ ഉടമ ടൊയോട്ട കാറുകളെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യനല്ല. അയാൾ കാറുണ്ടാക്കിയിട്ടുണ്ടോ? ഉണ്ട്. അയാൾ പറയണ്ട, പിന്നെ ആരാ പറയേണ്ടത്? ആ കാറുകളെ കുറിച്ച് അഭിപ്രായം പറയാൻ യോഗ്യതയുള്ള വേറെ ചില ആളുകളുണ്ട്. അത് ചിലപ്പോൾ ബിൽഗേറ്റ്സിൻ്റെ ഫണ്ട് വാങ്ങിയിട്ടുള്ള കൂലി ശാസ്ത്രജ്ഞന്മാരോ കൂലി ആസ്ഥാന പൊതുജനാരോഗ്യ വിദഗ്ധന്മാരോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും. ഏതായാലും വാർത്ത തുടർന്ന് വായിക്കാം. പേറ്റന്റ് കൈവശമുള്ളതിനാൽ, പേറ്റൻ്റൊക്കെ എടുത്തിട്ടുണ്ട് ഇതിനല്ലേ. അസ്ട്രാസെനക്ക ഈ മരുന്നിന്, ഈ വാക്സിന് പേറ്റൻറ്റും എടുത്തിട്ടുണ്ട്. അവർക്ക് പക്ഷെ അഭിപ്രായമൊന്നും പറയാൻ പാടില്ല. പേറ്റൻ്റൊക്കെ എടുക്കാം, കാശ് മുടക്കാം, ആളുകൾക്ക് മുഴുവൻ കൊടുക്കാം, കുത്തിവെപ്പിക്കാം. പക്ഷേ അതിൻ്റെ സുരക്ഷയെക്കുറിച്ച് അവർ മിണ്ടാൻ പാടില്ല. ഗുണത്തെക്കുറിച്ചൊക്കെ പറയാം കേട്ടോ. ഗുണത്തെക്കുറിച്ച് മുഴുവൻ പറയാം, പ്രചരിപ്പിക്കാം, ആളുകൾക്ക് മുഴുവൻ കൊടുക്കാം. അപകടത്തെക്കുറിച്ച് മാത്രം അസ്ട്രാസെനക്കെ നീ പറയാൻ പറ്റോ? ഇന്ത്യൻ ബുദ്ധി, കേരളീയൻ്റെ ഒരു ബുദ്ധി, കേരളീയ മലയാളി പൊതുജനാരോഗ്യ വിദഗ്ധൻ്റെ ഒരു ബുദ്ധി ഈ അസ്ട്രാസെനക്കൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ ലണ്ടനിലെ ഹൈക്കോടതിയിൽ പോയിട്ട് ഇങ്ങനെ എന്തൊരു കഷ്ടമാണ്. ഇദ്ദേഹത്തെ കണ്ടില്ലേ അവർ? പേറ്റന്റ് കൈവശമുള്ളതിനാൽ അസ്ട്രാസെനക്ക കോടതിയിൽ മൊഴി കൊടുത്തതാകാം. ഉറപ്പൊന്നുമല്ല, അങ്ങനെ ഒരു മൊഴിയൊന്നും അസ്ട്രാസെനക്ക കൊടുക്കാൻ സാധ്യതയില്ല എന്നാണ് ഈ വിദഗ്ധൻ്റെ അഭിപ്രായം. ഇനി പേറ്റന്റ് കൈവശം ഇരിക്കുന്നത് കൊണ്ട് അങ്ങനെ പോയിട്ടൊരു മൊഴി കൊടുത്തിട്ട് ഇങ്ങനെ പോന്നിട്ടുണ്ടാവും. പിള്ളേർ കളിയല്ലേ. 1 കൊല്ലമായി കേസിൽ കുടുങ്ങി. 2021 കൊടുത്ത കേസിൽ അസ്ട്രാസെനക്ക വെള്ളം കുടിക്കുകയാണ്. ഇതുവരെ ഉരുണ്ട് കളിച്ച് ഇപ്പോൾ ഒരു നിവൃത്തിയില്ലാതെ വന്നപ്പോഴാണ് കോടതിയിൽ പോയിട്ട് അവരിങ്ങനെ സമ്മതിച്ച് നഷ്ടപരിഹാരം എത്ര വേണമെങ്കിലും കൊടുത്തേക്കാൻ കോടതിയെ. നമ്മുടെ കോടതി പോലെ അല്ല. അവിടെ കോടതിയിൽ തെറ്റായത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ വിവരം അറിയും. അതുകൊണ്ട് കോടതികളിലൊന്നും നുണ പറയില്ല ഇങ്ങനെയുള്ള കമ്പനികൾ. എങ്ങനെയെങ്കിലും കുറേ കാശ് കൊടുത്ത് തടി ഊരി പോരാനേ നോക്കുകയുള്ളൂ. ഇവിടെ നമ്മുടെ നാട്ടിലെ കോടതിയിൽ ഇതുപോലുള്ള കേസൊക്കെ വന്നാൽ ഇതുപോലുള്ള വിദഗ്ധന്മാർ എന്ന് അപ്പുറത്ത് പറയാൻ അവർക്കുണ്ടാകും. എന്ത് കിട്ടുമെന്ന് മാത്രം നോക്കുന്ന കുറേ വിദഗ്ധന്മാർ ഈ നാട്ടിലുണ്ട്. കമഴ്ന്നു വീണ കാൽപ്പണം കിട്ടണം, ഓരോ ഗവേഷണത്തിനും ഫണ്ട് കിട്ടണം. ഇങ്ങനെയുള്ള കൂലി ഫണ്ട് വാങ്ങി ശാസ്ത്രജ്ഞന്മാരും ശാസ്ത്ര അജ്ഞന്മാരും വിദഗ്ധന്മാരും കരിയറിസ്റ്റുകളും ധാരാളം നമ്മുടെ നാട്ടിലുണ്ട്. എന്ന് വെച്ച് ഡോക്ടർ ബി ഇക്ബാലിനെ ഞാൻ ആ കൂട്ടത്തിൽ പെടുത്തിയെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. അദ്ദേഹം നിരവധി യോഗ്യതകളുള്ള ആളാണ്. യൂണിവേഴ്സിറ്റിയുടെ, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറായിട്ടുണ്ട്. പിന്നെയും വലിയ കമ്മിറ്റികളിലൊക്കെ സർക്കാരിൻ്റെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ സർക്കാർ ഭരണത്തിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ സ്ഥിരമായി വരുന്ന ആളാണ്. പൊതുജന ആരോഗ്യ വിദഗ്ധനാണ്. അദ്ദേഹത്തിൻ്റെയൊക്കെ ഉപദേശപ്രകാരമാണ് ഇതുപോലുള്ള പല കാര്യങ്ങളും നമ്മുടെ സർക്കാർ ചെയ്തിട്ടുള്ളത്, ഇനിയും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ കൂട്ടത്തിലധികം പെടുമെന്ന് എനിക്ക് തോന്നണില്ല. നിങ്ങൾക്ക് തോന്നണുണ്ടോ ഇല്ലേ എന്നുള്ളത് എനിക്കറിയില്ല. ബ്രിട്ടനിലെ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലെ ജെന്നർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ വാക്സിനോളജി, എല്ലാം ഓളജികളാണ്. ആ ഓളജിക്കാരൻ പ്രൊഫസറോട് പണ്ട് ഒരു തോണി തുഴയുന്ന ആള്, പ്രൊഫസർ എടോ തനിക്ക് സൂവോളജി അറിയാവോ, ബയോളജി അറിയാവോ, ഒപ്താൽമോളജി അറിയാമോ, ഗ്യാസ്ട്രോളജി അറിയാവോ, ഇങ്ങനെ ഓരോരോ ഓളജി ചോദിച്ച് പിന്നെ അവസാനം നെഫ്രോളജി ചോദിച്ച് പാവം വഞ്ചിക്കാരൻ കണ്ണുപിഴിച്ചു. തൻ്റെ പകുതി ജീവിതവും പോയല്ലോടോ, പാഴായി പോയല്ലോടോ എന്ന് വലിയ ഗമയിൽ കോട്ടും സൂട്ടിയിരുന്ന പ്രൊഫസർ ഇങ്ങനെ പറഞ്ഞ് വള്ളം തുളയുന്ന ആളാകെ നിരാശയിലായി. കുറച്ചുകൂടെ തുഴഞ്ഞ് മുന്നോട്ട് പോയപ്പോൾ പെട്ടെന്ന് മാനമിരുണ്ടു, കാറ്റങ്ങ് കൂടി, തിരമാലകൾ ഉയർന്നു, വള്ളം മറിഞ്ഞു, രണ്ടും കൂടെ വെള്ളത്തിൽ വീണു. പ്രൊഫസറും
വഞ്ചിക്കാരനും വെള്ളത്തിൽ വീണു. വഞ്ചിക്കാരൻ ചോദിച്ചു, പ്രൊഫസറേ, സാറിന് നീന്തോളജി അറിയാവോ? അയ്യോ, അറിയില്ല എന്ന് വെള്ളം കുടിക്കുന്നതിനിടയിലും പ്രൊഫസർ പറഞ്ഞു. അപ്പോൾ സാറിൻ്റെ പകുതി ജീവിതമല്ല, മുഴുവൻ ജീവിതവും ഇവിടെ തീരുകയാണ് കേട്ടോ എന്ന് വള്ളക്കാരൻ പറഞ്ഞ് തുഴഞ്ഞ് രക്ഷപ്പെട്ടു പോന്നു എന്നാണ് കഥ. അപ്പോൾ വാക്സിനോളജി ഉണ്ട്. വാക്സിനോളജി പ്രൊഫസർ സാറ കാതറിൻ ഗിൽബർട്ടാണോ ഗീബൽസ് ആണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. വാക്സിൻ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് എടുപ്പിച്ചത് എല്ലാം ഗീബൽസുകളാ. അപ്പോൾ ഇത് സാറ കാതറിൻ ഗീബൽസ് തന്നെ ആവാനാണ് സാധ്യത. പക്ഷേ പത്രത്തിൽ കിടക്കുന്നത് ഗിൽബർട്ട് എന്നാണ്. തെറ്റിപ്പോയതായിരിക്കും. ചിലപ്പോൾ പത്രക്കാർക്ക് തെറ്റിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ കാർന്നവന്മാർക്ക് തെറ്റിയിട്ടുണ്ടാവും. ഗീബൽസിന്റെ അല്ല, ഗിൽബർട്ടിന്റെ നേതൃത്വത്തിലുള്ള ശാസ്ത്രജ്ഞരാണ് വാക്സിന്റെ അടിസ്ഥാന ഗവേഷണം നടത്തിയത്. പിന്നെ മേൽസ്ഥാന ഗവേഷണം വേറെ ആരൊക്കെ നടത്തിയിട്ടുണ്ട്. വിൽപ്പനാ ഗവേഷണം പിന്നെ പറയണ്ടല്ലോ. കോടിക്കണക്കിന് ആളുകൾ ഗുരുതര പാർശ്വഫലങ്ങളില്ലാതെ വാക്സിൻ എടുത്തിട്ടുണ്ട്. എന്നുവെച്ചാൽ പാർശ്വഫലങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഗുരുതരമായിട്ട് കോടിക്കണക്കിന് ആളുകൾ അത് കുഴപ്പമില്ലാണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഓരോ ദിവസവും ഇപ്പോൾ ഗുരുതരമായി വരുന്നുണ്ടോ? 2 കൊല്ലം കൂടെ കഴിഞ്ഞാൽ കുറേം കൂടെ ഗുരുതരമാകുമോ? അതിപ്പോൾ പറയാൻ പറ്റുമോ? നമ്മുടെ വാക്സിൻ കൊടുത്തിട്ട് ഗുരുതരമായ പാർശ്വഫലങ്ങൾ കുറച്ച് പേർക്ക് ഉണ്ടായിട്ടുള്ള ഇതുവരെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, അങ്ങനെ പോകുന്നുണ്ട്. അതൊന്നും പിന്നെ ഈ വാക്സിൻ എടുത്ത ആള് ഒരു പാരാസെറ്റമോൾ കഴിക്കുമ്പോൾ ആ വാക്സിൻ്റെയും പാരാസെറ്റമോളുടെയും ഇൻ്ററാക്ഷൻ, പ്രമേഹ മരുന്ന് കഴിക്കുമ്പോൾ പ്രമേഹ മരുന്നിൻ്റെ ഇൻ്ററാക്ഷൻ, BP മരുന്ന് കഴിക്കുമ്പോൾ BP മരുന്നും കോവിഷീൽഡുമായിട്ടുള്ള ഇൻ്ററാക്ഷൻ, അച്ചാർ കഴിക്കുമ്പോൾ അച്ചാറും മദ്യം കഴിക്കുമ്പോൾ മദ്യവും ഒക്കെ ആയിട്ടുള്ള ഇൻ്ററാക്ഷനിലൊക്കെ കുഴപ്പം. അതൊക്കെ ഇങ്ങനെ പറയും. നോക്കിയാൽ പിന്നെ നമുക്ക് മരുന്ന് വിൽക്കാൻ പറ്റുമോ? നമുക്ക് കോവിഡിനെ ഇല്ലാണ്ടാക്കണ്ടേ? കോവിഡ് വന്ന കൊല്ലം 2019, 2020 കേരളത്തിൽ മാത്രം 30,000 പേരുടെ മരണം കുറച്ച് കളഞ്ഞ മഹാപാപിയാണ് കോവിഡ്. ഭീകര രോഗം. ഇങ്ങനെയുള്ള രോഗം പിടിച്ച ആളുകൾ മരിക്കാതിരുന്നാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് നമ്മുടെ ഈ വാക്സിൻ അങ്ങോട്ട് അല്ലാതെ തന്നെ കുറഞ്ഞുകൊണ്ടിരുന്നപ്പോഴാണ് വാക്സിൻ കൊണ്ടുവന്നതെന്നൊക്കെ ചില സാമൂഹ്യ വിരുദ്ധർ പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ വിശ്വസിക്കരുത്. പിന്നെ ഈ വാക്സിൻ കൊടുത്തപ്പോൾ നന്നായിട്ടൊരു കുഴപ്പമില്ലാതെ നടന്ന ആളുകൾക്കും കോവിഡ് വന്നെന്നും, അങ്ങനെ IMAയുടെ മുൻ പ്രസിഡന്റ് ഡോക്ടർ അഗർവാൾ തന്നെ ചത്തുപോയെന്നും, 41 വയസ്സുള്ള ഒരു കാർഡിയോളജി വിദഗ്ധൻ, ഗുജറാത്തിൽ 16,000 ശസ്ത്രക്രിയകൾ ചെയ്ത വിദഗ്ധൻ, സ്വന്തം ഹാർട്ടിൻ്റെ ആരോഗ്യത്തിന് നല്ല ചിട്ടകൾ വ്യായാമമൊക്കെ ചെയ്തിരുന്ന മനുഷ്യൻ അറ്റാക്ക് വന്ന് ചത്തുപോയെന്നും. പിന്നെ ഓരോരുത്തർ ഇങ്ങനെ നടക്കുന്ന വഴി മരിക്കുന്നു, മതിലിൽ ചാരിയിരുന്ന് മരിക്കുന്നു, എയർപോർട്ടിൽ മരിക്കുന്നു, പ്രിസൈഡിംഗ് ഓഫീസർ കുഴഞ്ഞു വീണ് മരിക്കുന്നു, വോട്ട് ചെയ്യാൻ നിന്ന 10 പേര് കുഴഞ്ഞു വീണ് മരിച്ചിരിക്കുന്നു, നീന്തുന്നതിനിടയിൽ കുഴഞ്ഞു വീണ് മരിച്ചു, വണ്ടി ഓടിക്കുന്നതിൽ കുഴഞ്ഞ് മറ്റു വാഹനങ്ങളിൽ പോയി ഇടിച്ച് പലരെയും കൊന്നു മരിക്കുന്നു. ഇങ്ങനെയൊക്കെ വരുന്നത് അതൊന്നും ഇതിൻ്റെ കാരണം കൊണ്ടല്ല. അതൊക്കെ വിദഗ്ധമായി തെളിവില്ലാത്ത കാര്യങ്ങൾ നിങ്ങൾ പറയരുത്. തെളിവുള്ളത് നമുക്ക് നോക്കാം. വാക്സിനേഷനിലൂടെ രക്തം കട്ടപിടിക്കുന്നതിനുള്ള വളരെ അപൂർവമായ സാധ്യത നേരത്തെ തന്നെ വെളിപ്പെടുത്തിയിട്ടുണ്ടെന്നല്ല, വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതൊക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അപൂർവമായ സാധ്യത എന്ന് പറഞ്ഞാൽ കോവിഡിൻ്റെ അപകട സാധ്യതകൾ നേട്ടങ്ങൾ പരിഗണിക്കുമ്പോൾ വളരെ അപൂർവമാണെന്ന് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ, ലോകാരോഗ്യ സംഘടന തുടങ്ങിയവ റിപ്പോർട്ട് ചെയ്തിരുന്നു. അവിടെയാണ് കാര്യം. ഇത് വളരെ അപൂർവമായിട്ട് അങ്ങനെയൊക്കെ സംഭവിക്കാമെന്ന് ഞങ്ങൾ തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ഡ്രഗ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുണ്ട്, പിന്നെ വിദഗ്ധർ നമ്മുടെ ഗീബൽസ് അടിസ്ഥാനപരമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. വാക്സിനുകൾക്ക് ദോഷഫലങ്ങളുണ്ടെന്ന് പറഞ്ഞതിനല്ലേ എൻ്റെ പേരിൽ കേസെടുത്തിട്ടുള്ളത്? അതിനും കൂടിയല്ലേ എന്നെ പിടിച്ച് ജയിലിലിട്ടത്? വാക്സിനുകൾക്ക് ദോഷഫലങ്ങളുണ്ടെന്ന് പറഞ്ഞപ്പോഴല്ലേ ഈ ഇക്ബാലി സഹിതം എൻ്റെ നേരെ അലറിക്കൊണ്ടുവന്നത്?
എന്നെ അടിക്കണം, അടിക്കാൻ ആളില്ലാഞ്ഞിട്ടാണ്, ഇവനെ അടിക്കാൻ ആളില്ലെങ്കിൽ ഞാൻ തന്നെ വരാമെന്ന് ചങ്ങരംകുളത്തെ മുജീബ് കൊക്കൂരിനോടല്ലേ ഇദ്ദേഹം ഫോണിൽ പറഞ്ഞത്? ഞാനത് സുജീവിതം മാസികയിൽ എഴുതുകയും ചെയ്തിരുന്നല്ലോ. എന്നെയല്ല അടിക്കേണ്ടത് ഇക്ബാൽ, സ്വന്തം കയ്യിൽ തന്നെ അടിച്ചാൽ മതി എന്ന് പറഞ്ഞ് സുജീവിതം മാസികയിൽ ഞാൻ ആ കാരിക്കേച്ചർ സഹിതം ഫ്രണ്ട് പേജിൽ കൊടുത്ത് പ്രസിദ്ധീകരിച്ചതുമാണല്ലോ. ഇപ്പോൾ വാക്സിനും സൈഡ് എഫക്ട്സ് ദോഷഫലങ്ങൾ ഉണ്ട് എന്നാണ് ഇപ്പോൾ അദ്ദേഹം പറയുന്നത്. അതോ മാതൃഭൂമി അദ്ദേഹം പറയാത്തൊരു കാര്യം എടുത്ത് അദ്ദേഹത്തിൻ്റെ പേരിൽ എഴുതിയിരിക്കുകയാണോ? ഒന്നും കൂടെ സൂക്ഷിച്ച് വായിച്ച് നോക്കട്ടെ. നമ്മുടെ വിദഗ്ധന്മാരെ ഇടയ്ക്കിടയ്ക്ക് നേര് പറയുന്നതേ ഇങ്ങനെയൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക, ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക. വാക്സിനുകൾ ഉൾപ്പെടെയുള്ള എല്ലാ മരുന്നുകളും അപൂർവമായ പാർശ്വഫലങ്ങൾ ഉണ്ടാക്കാം. അപൂർവമാണ്. അതെത്രയായി അപൂർവം? പ്രമേഹമല്ലെങ്കിൽ രക്തസമ്മർദ്ദം പോലുള്ള രോഗാവസ്ഥയുള്ള പ്രായമായവരിൽ കോവിഡ് അനന്തര അവസ്ഥയുടെ ഭാഗമായി രക്തക്കട്ടകൾ ഉണ്ടാകാം. ത്രോംബോ എംബോളിസം. വാക്സിൻ സ്വീകരിച്ച പലർക്കും നേരത്തെ കോവിഡ് വന്നിരിക്കാൻ സാധ്യതയുണ്ട്. ഊഹക്കച്ചവടമാണ്, കറക്കിക്കുത്താണ്, കിളിക്കുത്താണ്. അതാണ് ശാസ്ത്രീയം. ചിലരെ രോഗലക്ഷണമില്ലാതെ കോവിഡ് ബാധിക്കാം. അതുകൊണ്ട് രോഗലക്ഷണങ്ങൾ കണ്ടാൽ അത് വാക്സിൻ മൂലമെന്ന് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുണ്ട്. അതേസമയം BBC റിപ്പോർട്ട് ചെയ്യുന്നത് കോവിഡ് വാക്സിനെതിരെ കോടതിയിൽ പോയിട്ടുള്ളത് 51 പേരാണ്. അതിൽ 12 പേര് മരിച്ചുപോയി, അവരുടെ ബന്ധുക്കളാണ് പോയിട്ടുള്ളത്. ഈ 51 പേർക്കും അപകടം സംഭവിച്ചത് കോവിഡ് വാക്സിൻ എടുത്തത് മൂലമാണ് എന്നുള്ള മെഡിക്കൽ രേഖകളുണ്ട്. അത് വെച്ചാണ് അവർ കോടതിയിൽ പോയിട്ടുള്ളതെന്നാണ്. ഈ അപൂർവമായിട്ടെന്ന് പറയുമ്പോൾ ഏത് വാക്സിൻ ആണെങ്കിലും ഏത് മരുന്നാണെങ്കിലും അപൂർവമായി ദോഷഫലങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് പറയുമ്പോൾ ഈ അപൂർവമായി സാധ്യതയുള്ള ആളുകളോട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അവർക്ക് നീതി വേണ്ടേ? അനുഭവിച്ചാൽ മതിയോ? ലാഭം മുഴുവൻ വാക്സിൻ നിർമ്മാതാക്കൾക്ക്, ദുരിതം മുഴുവൻ അപൂർവമായിട്ട്. ഈ അപൂർവം എത്രയാണ്? ഒരു മരുന്നെടുത്താൽ ആ മരുന്നിൻ്റെ ദോഷഫലം അപ്പോൾ തന്നെ ഉണ്ടായാലാണ് റെക്കോർഡ് ചെയ്യപ്പെടുക. നമ്മുടെ നാട്ടിൽ അതുമില്ല. ബ്രിട്ടനിലെ പോലെ യെല്ലോ പേജുകൾ ഡോക്ടർമാർക്ക് ഇവിടെ ആരും കൊടുക്കുന്നില്ല. സസ്പെക്റ്റഡ് അഡ്വേഴ്സ് ഇഫക്റ്റ് അതാത് സമയം ഒരു മരുന്ന് കൊടുത്ത് അസാധാരണമായ ലക്ഷണങ്ങൾ ഉണ്ടായാൽ, പ്രതികരണങ്ങൾ ഉണ്ടായാൽ ഉടൻ എഴുതി അയച്ചിരിക്കും ഡോക്ടർമാർ. അങ്ങനെയുള്ള സത്യസന്ധരായ ഡോക്ടർമാർ നമ്മുടെ നാട്ടിൽ അത്ര ഉണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. ഇനി ഈ കാര്യം നേരത്തെ വെളിപ്പെടുത്തപ്പെട്ടിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ഈ നാട്ടിലെ സാധാരണക്കാരോട് നിങ്ങളത് പറഞ്ഞോ വിദഗ്ധന്മാരെ? ഈ വാക്സിൻ എടുക്കാൻ പോയ ആളുകളോട് നിങ്ങളത് പറഞ്ഞോ? ഇൻഫോംഡ് കൺസെന്റ് കൊടുത്തോ? അതോ കുളം നികത്തുമ്പോൾ തവളയോട് ചോദിക്കണ്ട എന്നുള്ള ന്യായപ്രകാരം ആളുകളെ ഭീഷണിപ്പെടുത്തി ഇതെടുക്കാതെ നിങ്ങൾക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ് പരീക്ഷ എഴുതാൻ പറ്റില്ല, സ്കൂളിൽ പോകാൻ പറ്റില്ല, കോളേജിൽ പോകാൻ പറ്റില്ല, പാർക്കിൽ പോകാൻ പറ്റില്ല, മാളിൽ പോകാൻ പറ്റില്ല, വിമാനത്തിൽ കയറാൻ സാധിക്കില്ല എന്നെല്ലാം പറഞ്ഞ് ജനങ്ങളെ ബന്ദികളാക്കി നിങ്ങൾ എടുപ്പിച്ചതാണോ? എന്നിട്ടിപ്പോൾ നിങ്ങൾ പറയുകയാണ് ആ മരുന്ന് കമ്പനി അതങ്ങോട്ട് ചുമ്മാ പറഞ്ഞിട്ടുള്ളതാണ്, ആ മരുന്ന് കമ്പനിക്ക് ശാസ്ത്രജ്ഞന്മാരൊന്നുമില്ല, നിന്റെ പഠനവും നടത്തിയിട്ടില്ല എന്ന് നേരത്തെ അറിയാനും പാടില്ലായിരുന്നു കേട്ടോ. കോടതി ചെന്നിട്ട് ചുമ്മാ പറഞ്ഞിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഡോക്ടർ ബി ഇക്ബാൽ, നിങ്ങൾ ഈ നാട്ടിലെ ജനങ്ങളുടെ സാമാന്യ ബോധത്തെ വെല്ലുവിളിക്കുകയാണ്. നിങ്ങൾ ഈ വാക്സിൻ എടുത്തിട്ടുണ്ടാകുമോ എന്ന് എനിക്ക് ബലമായ സംശയമുണ്ട്. ഈ നാട്ടിലെ പല ഡോക്ടർമാരും ഇതെടുത്തിട്ടില്ല എന്ന് എനിക്കറിയാം. ഒരു വങ്ക ശിരോമണി ഡോക്ടർ ഞങ്ങളൊക്കെ വാക്സിൻ എടുത്തേ എന്ന് പറഞ്ഞ് കാണിക്കുക, എനിക്ക് ബദലായിട്ട് എനിക്ക് മറുപടിയായിട്ട് കാണിക്കുന്ന ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു. അവർ യഥാർത്ഥത്തിൽ എടുത്തിട്ടുണ്ടോ അതോ യഥാർത്ഥത്തിൽ എടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഭൂമിയിൽ തന്നെ ഉണ്ടോ അതോ പുറപ്പെട്ടു പോയോ എന്നെനിക്കറിയില്ല. ബോംബെയിലെ ബിർള ഹോസ്പിറ്റലിലെ ഡോക്ടർ ആനന്ദ് ഗോഖാനി
ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, 32 വയസ്സുള്ള ഒരു ചെറുക്കൻ അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റിൽ കുഴഞ്ഞു വീണ് മരിച്ചു. എല്ലാ രോഗങ്ങളും കൂടിയിരിക്കുന്നു ആളുകൾക്ക്, വാക്സിൻ എടുത്തവർക്ക് കുഴഞ്ഞു വീണ് മരണം, ഹാർട്ട് അറ്റാക്ക്, ക്യാൻസറൊക്കെ വളരെ കൂടിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലെ ചില കുഴഞ്ഞു വീണ് മരണങ്ങൾ ഞാൻ പറയാം. അതിനു മുമ്പ് മലയാള മനോരമയിൽ കോവിഡ് വാക്സിൻ്റെ വിഷയത്തെക്കുറിച്ചൊരു വാർത്ത വന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. മെയ് 1-ാം തീയതി ബുധനാഴ്ചയാണ് അത് വന്നിട്ടുള്ളത്. കോവിഡ് വാക്സിൻ ആരോഗ്യ പ്രശ്നങ്ങൾ ചർച്ചയാകുന്നു, നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയില്ല. മനോരമ ലേഖകൻ ന്യൂഡൽഹിയിൽ നിന്നാണ്. കോവിഡ് വാക്സിൻ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ ഇന്ത്യയിൽ വ്യവസ്ഥയില്ല. ഇത് പ്രധാനമന്ത്രി ഉത്തരം പറയേണ്ടതാണ്. ഈ മാരണം അടിച്ചേൽപ്പിച്ചത് നമ്മുടെ പ്രധാനമന്ത്രിയാണ്. ഇന്ത്യ നിർമ്മിതമാണ്. പിന്നെ ജൈവിളി തുടങ്ങിയില്ലേ മോഡി ഭക്തര്, സ്വദേശി ഭക്തര്, എന്നെയൊക്കെ ചീത്ത വിളിച്ച് ആവേശത്തോടെ ക്യൂ നിന്ന് കുത്തി. ഇപ്പൊ പറയുന്നു ആ വാക്സിൻ മൂലം ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായവർക്ക് നഷ്ടപരിഹാരത്തിന് വ്യവസ്ഥയില്ല. ആ കാശ് മുഴുവൻ കൂടി കൊണ്ടുപോകാൻ പൂനാക്കാരനൊരു വാലനുണ്ടല്ലോ, സിംഹവാലനല്ലല്ലോ, അയ്യോ, പൂനാവാലൻ, ആ ലാഭം കൊണ്ടുപോകാൻ. എന്നിട്ട് ലണ്ടനിൽ അയാൾ 1200 കോടിയുടെ വീടൊക്കെ വാങ്ങി എന്നാണ് പറയുന്നത്. വാക്സിൻ സ്വീകരിച്ചത് സ്വമേധയാ ആയിരുന്നെന്നും. സ്വമേധയാ സ്വീകരിച്ചതാണ്. എങ്ങനെയാണ് സ്വമേധയാ? എടുത്തില്ലെങ്കിൽ തന്നെ പുറത്തിറങ്ങാൻ സമ്മതിക്കുകയില്ല, തന്നെ ജോലിക്ക് കയറാൻ സമ്മതിക്കില്ല, തന്നെ പഠിക്കാൻ പോകാൻ സമ്മതിക്കില്ല, ബാങ്കിൽ കയറാൻ സമ്മതിക്കില്ല, വിമാനത്തിൽ കയറാൻ സമ്മതിക്കില്ല, ഈ നാട്ടിൽ ജീവിക്കാൻ സമ്മതിക്കില്ല. അതുകൊണ്ട് താൻ എടുത്തേ പറ്റുള്ളൂ. പാർട്ടിക്കാരും പഞ്ചായത്ത് മെമ്പർമാരും ആശാ വർക്കർമാരും എല്ലാവരും കൂടെ നിർബന്ധിച്ച് സ്വൈര്യം കെടുത്തി എടുപ്പിച്ചിട്ട് ഇപ്പോൾ പറയുകയാണ് സ്വമേധയാ നിങ്ങളെടുത്തതാണെന്ന്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ സ്വീകരിച്ച കോവിഷീൽഡ് വാക്സിനെതിരെ UK-യിൽ നിയമയുദ്ധം മുറുകുമ്പോഴും ഇന്ത്യയിൽ ആരോഗ്യ മന്ത്രാലയം അനങ്ങിയിട്ടില്ല. അല്ല, അവരെയും പറഞ്ഞിട്ട് കാര്യമില്ല. പറ്റിയത് പറ്റി, കിട്ടിയത് കിട്ടി, ഇരിക്കട്ടെ എന്ന് പറഞ്ഞ് നടക്കുന്ന മണ്ടന്മാരായ ജനങ്ങളല്ലേ, ഷണ്ടന്മാരായ ജനങ്ങളല്ലേ ഈ നാട്ടിലുള്ളത്. എണീറ്റ് നിന്ന് സർക്കാരിനോട് എന്ത് പരീക്ഷണത്തിൽ തെളിഞ്ഞിട്ടാണ് ഈ പാഷാണം ഞങ്ങളിൽ അടിച്ചേൽപ്പിച്ചതെന്ന് ചോദിക്കാൻ കരുത്തുള്ള ഒരു കുഞ്ഞി രാജ്യത്തുണ്ടോ? ഏതെങ്കിലും ഒരു പ്രതിപക്ഷ പാർട്ടി ഇത് ഏറ്റുപിടിക്കാനുണ്ടോ? ഏതെങ്കിലും ജനകീയ പ്രസ്ഥാനം ഇത് ഏറ്റെടുക്കാനുണ്ടോ? കിട്ടിയതും വാങ്ങി, വന്നത് വന്നു, പറഞ്ഞിട്ടെന്ത് കാര്യം എന്ന് പറഞ്ഞ് നടക്കുന്ന നിർഗുണ പരബ്രഹ്മങ്ങളായ മനുഷ്യരുള്ളിടത്തോളം കാലം ദാ വരാൻ പോകുന്നുണ്ട് അടുത്ത പകർച്ചവ്യാധി, അടുത്ത പാൻഡമിക്. അതിനും വരും മറ്റൊരു വാക്പാപം. ആ വാക്പാപവും കൂടെ, ആ വാക്സിനും കൂടി എടുത്താൽ സംഗതികൾക്ക് തീരുമാനമായി കിട്ടും. എടുക്കും, നിങ്ങൾ പോയി എടുക്കും. എത്ര ഞങ്ങൾ പറഞ്ഞതാണ് എടുക്കരുത് എടുക്കരുത്, എത്ര പറഞ്ഞതാണ്. ചെവിയുള്ളവൻ കേൾക്കട്ടെ, കണ്ണുള്ളവൻ കാണട്ടെ, ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് വയ്ക്കുകയല്ലാതെ ഞങ്ങൾക്കെന്താ ചെയ്യാൻ പറ്റുക? എത്ര പറഞ്ഞതാണ്. ഇപ്പോൾ വന്ന് കരയുക. ഏതോ ഒരു ഭാഗ്യത്തിന് പ്രകൃതി ചികിത്സയിൽ മാറ്റം കാണുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാലയത്തിൽ, കേരളത്തിൽ 50-ലധികം പ്രകൃതി ചികിത്സാലയങ്ങളുണ്ട്, ഏതെങ്കിലും ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിൽ പോയി 2 ആഴ്ച നിന്ന് വാക്സിൻ എടുത്തവരെ ഇനിയെങ്കിലും നിങ്ങൾ ഞങ്ങൾ പറയുന്ന ഒന്ന് കേൾക്ക്. നിങ്ങൾക്ക് വേണ്ടിയാണ് പറയുന്നത്. ഇനിയെങ്കിലും 2 ആഴ്ച മാറ്റിവെച്ച് ശരീരത്തിൽ കടന്ന വിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്ക്. ഈ ചതിയിൽപ്പെട്ട് ഇൻഫോംഡ് കൺസെന്റ് തരാതെയുള്ള ഈ വാക്സിൻ പ്രയോഗത്തിൽ ഇരകളാകപ്പെട്ടവർ 10 ലക്ഷം രൂപ മിനിമം നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ട് കേരള സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തെയും കേന്ദ്ര സർക്കാരിൻ്റെ ആരോഗ്യ മന്ത്രാലയത്തെയും മരുന്ന് കമ്പനിയെയും അസ്ട്രാസെനക്കയെയും സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെയും എല്ലാം പ്രതികളാക്കി കേസ് കൊടുക്കണം.
ബോംബെ കോടതിയിൽ അത്തരമൊരു കേസുണ്ട്. വാക്സിൻ എടുത്ത് മരിച്ച ഡോക്ടർ സ്നേഹയുടെ പിതാവ് ദിലീപാണ് കേസ് നൽകിയിട്ടുള്ളത്. ദോഷം വരാൻ കാത്തിരിക്കേണ്ട, ഇന്നല്ലെങ്കിൽ നാളെ ഈ പാഷാണം എടുത്തവർക്കെല്ലാം തകരാറുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ. ഇപ്പോഴാണോ നാളെയാണോ മറ്റന്നാളാണോ എപ്പോഴാണ് അടി കിട്ടുക എന്ന് പറയാൻ പറ്റാത്തൊരവസ്ഥ. കോവിഡ് വാക്സിൻ എടുത്തതിനെ തുടർന്ന് കാൽ വിരലുകൾക്ക് ഗാംഗ്രീൻ വന്ന് ആ വിരലുകൾ മുറിക്കേണ്ടി വന്ന ഒരു അഭിഭാഷകനെ എനിക്കറിയാം. ഭാഗ്യത്തിനധികം ഒരൊറ്റ വാക്സിനെ എടുത്തുള്ളൂ. ഈ കോവിഡ് വാക്സിന്റെ അപൂർവമായ ദോഷഫലമായി പറയുന്നത് ത്രോംബോസിസ് ഓർ ബ്ലഡ് ക്ലോട്ട് ആൻഡ് ത്രോംബോസൈറ്റോപെനിയ ഓർ ഇൻസഫിഷ്യൻസി ഓഫ് പ്ലേറ്റ്ലെറ്റ്സ്, ഇതുപോലുള്ള തകരാറുകളാണ്. അതിൻ്റെ ഫലമായി മരണകാരണമായ സ്ട്രോക്ക് വരാം, തലച്ചോറിന് കേടുപറ്റാം, ഹൃദ്രോഗമുണ്ടാക്കാം, പൾമണറി എംബോളിസം ഉണ്ടാവാം, പിന്നെ അംപുട്ടേഷൻ, അവയവങ്ങൾ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയുണ്ടാകാം. ഇങ്ങനെയുള്ള നിരവധി അംപുട്ടേഷൻ കേസുകൾ ഞാനിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നു. കോവിഷീൽഡിൻ്റെ ഇന്ത്യയിലെ ഉൽപ്പാദകരായ സിറം ഇൻസ്റ്റിറ്റ്യൂട്ടിനെതിരെ ബോംബെ ഹൈക്കോടതിയിലും സമാന കേസുണ്ട്. ഇനിയിപ്പോൾ കേസുകൾ വളരെ കൂടും. നിങ്ങൾക്കും കേസുകൾക്ക് പോകാം. കാരണം ബോംബെ ഹൈക്കോടതിയിലെ കേസിൽ ലണ്ടനിൽ നിന്നുള്ള ഇവരുടെ കുറ്റസമ്മതം ഹാജരാക്കും. അത് ബാക്കിയുള്ള കോടതികളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. ഇവിടെ ജനങ്ങളൊന്ന് ഉണർന്നെഴുന്നേറ്റ് പൊരുതാൻ തുടങ്ങിയില്ലെങ്കിൽ അടുത്ത വാക്സിൻ വിൽപ്പനയിൽ ഇവർ തീർക്കും. ഇത് തന്നെ തീർക്കാനുള്ള അടിത്തറയാണ്. അതുകൊണ്ട് വാക്സിൻ എടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ, വാക്സിൻ എടുത്തതിന് ശേഷം കുഴഞ്ഞു വീണ് മരിച്ചിട്ടുള്ളവരുടെ ബന്ധുക്കൾ കേസുകൾക്ക് പോകണം. തെളിവുകളിൽ അതവിടെ നിൽക്കട്ടെ. ഈ വാക്സിൻ എടുത്ത ആളുകൾക്ക് ഒരേ രീതിയിലുള്ള തകരാറുകൾ കണ്ടുവരുന്നു, അതിനു മുമ്പ് ഇല്ലാത്ത തകരാറുകൾ കണ്ടുവരുന്നു എന്ന് വന്നാൽ കോടതികൾക്ക് ഈ ഒരു നിഗമനത്തിൽ എത്തിച്ചേരാമെന്നുള്ള ചില വിധികൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലെ കോടതികളിലും ഉണ്ടായിട്ടുണ്ട്. വാക്സിൻ എടുത്തതിന് ശേഷമുള്ള തകരാറുകൾ വാക്സിൻ്റേതാണെന്ന് തന്നെ തെളിയിക്കാൻ പ്രയാസമായതുകൊണ്ട് അതേവരെ ഇല്ലാത്ത കുഴപ്പങ്ങൾ ഉണ്ടാകുകയും അത് വാക്സിൻ എടുത്ത നിരവധി ആളുകൾക്ക് ഒരേപോലെ ഉണ്ടാകുകയും ചെയ്യുമ്പോൾ അത് വാക്സിൻ്റേത് തന്നെയാണ് എന്നുള്ള നിഗമനത്തിലെത്താൻ, പ്രത്യേകിച്ച് കുടുംബാംഗങ്ങളിൽ ഇതുവരെ ചരിത്രമില്ലാത്ത തരത്തിലുള്ള രോഗങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത്തരമൊരു നിഗമനത്തിലെത്തി നഷ്ടപരിഹാരം കൊടുക്കാമെന്നുള്ള കോടതി വിധികളുണ്ട്. നിയമവഴി പോം വഴി. മലയാള മനോരമയും നമ്മളോട് ആവശ്യപ്പെടുന്നത് നിയമവഴിയിലൂടെ പോകണമെന്ന് തന്നെയാണ്. ഡ്രഗ്സ് ആൻഡ് കോസ്മെറ്റിക്സ് ആക്ടിലെ 1940 വകുപ്പ് പ്രകാരം അംഗീകൃത അതോറിറ്റിയിൽ നിന്ന് നഷ്ടപരിഹാരം ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. ഇവയ്ക്ക് പുറമെ ഇന്ത്യൻ ശിക്ഷാ നിയമപ്രകാരവും 336, 337, 338 വകുപ്പുകൾ, ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരവും നടപടിക്ക് സാധ്യതയുണ്ടെന്ന് നിയമവിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നു. അടിയന്തരമായി ഓരോരുത്തരും മറച്ചുവയ്ക്കപ്പെട്ട വിവരങ്ങൾ കൊണ്ട് ചതിക്കപ്പെട്ടു, അത് തന്നെ ഒരു കുറ്റമാണ്. ഇന്ത്യൻ എവിഡൻസ് ആക്ട് പ്രകാരം സർക്കാരിനോട് ചോദിക്കാം നമുക്ക്, ഈ വാക്സിൻ കുറ്റമറ്റതാണ് എന്ന് നിങ്ങൾ എങ്ങനെ ഉറപ്പിച്ചു? എങ്ങനെ ജനങ്ങൾക്ക് നൽകാൻ അനുവദിച്ചു? എങ്ങനെയാണ് ഡ്രഗ് കൺട്രോളർ ജനറൽ ഇതിന് അനുവാദം നൽകിയത്? എവിടെയാണ് ഇന്ത്യയിൽ പരീക്ഷണം നടത്തിയത്? ഏതെങ്കിലും ഒരു കമ്പനിക്കാരൻ ഞങ്ങൾ ഒരിടത്ത് പരിശോധിച്ചിട്ടുണ്ട്, വേറൊരു രാജ്യത്ത് പരിശോധിച്ചു എന്ന് പറഞ്ഞൊരു സാധനവുമായി ഇവിടെ വന്നാൽ ആ പരിശോധിച്ചത് തന്നെയാണ് ഈ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിന് എന്താണ് തെളിവുള്ളത്? ഇന്ത്യയിൽ ഒരു പരീക്ഷണം നടത്തിയിട്ടുണ്ടോ ഇന്ത്യ ഗവൺമെൻറ്? ചോദിക്കണം നമ്മൾ. ഈ സാധനം എടുത്താൽ ഈ പറഞ്ഞ കോവിഡ് വരില്ല എന്നുള്ളതിൻ്റെ എവിഡൻസ് എന്താണ്? തെളിവെന്താണ്? എടുത്തവർക്കൊക്കെ വന്നു, വന്നവർക്ക് ഗുരുതരമാവില്ല എന്ന് പറഞ്ഞു, ഗുരുതരമായാലും മരിക്കത്തില്ല എന്ന് പറഞ്ഞു. അതെടുത്തവർ പലരും മരിച്ചപ്പോൾ പറഞ്ഞു മരിച്ചാലും നരകത്തിൽ പോവില്ല. ഇതാണ് തട്ടിപ്പ്, ഇതാണ് നാടകം. മനോരമയിൽ തന്നെ ഒരു കോളം പ്രത്യേകമായി കൊടുത്തിട്ട് പാർശ്വഫലത്തിന് സ്ഥിരീകരണം, പാർശ്വഫലം ഉറപ്പായെന്ന്
എല്ലാവരും എടുത്തില്ലേ? എല്ലാവരും എടുത്തു കഴിഞ്ഞല്ലോ. ഇപ്പം ഇനി ദോഷം ഉറപ്പ്. ഇതാണ് നടന്നിട്ടുള്ളത്. തലയ്ക്ക് വിവരമുള്ള ആരെങ്കിലും ഒരു മരുന്ന് കമ്പനിയെ വിശ്വസിക്കുമോ? മരുന്ന് കമ്പനി എന്താണ്, അവരുടെ പ്രവർത്തനം എന്താണെന്ന് അറിയുന്ന ഒരാളും ഒരു മരുന്ന് കമ്പനിയെ വിശ്വസിക്കില്ല. മരുന്ന് എന്താണെന്ന് അറിയാവുന്ന ആളുകൾ ഒരു മരുന്നും കഴിക്കുകയില്ല. രോഗം മാറ്റാൻ മരുന്നിന് സാധിക്കില്ല. അത് ഉറപ്പായ കാര്യമാണ്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നമ്മുടെ നാട്ടിലെ വിദഗ്ധന്മാർ ഇങ്ങനെയൊക്കെയാണ്. അവർ തമ്മിൽ ഇനി ആശയ സംഘടനകളിൽ ഏർപ്പെടും. അവരൊരു ഭാഗത്തും ശാസ്ത്രത്തിന് 2-3 തരത്തിലുള്ള പോരാട്ടങ്ങളൊക്കെയാണ് ഉണ്ടാകുക. അനുഭവിക്കേണ്ടത് ജനങ്ങളാണ്. ഇവരെ വിശ്വസിക്കുന്ന വിഡ്ഢികളായ ജനങ്ങൾ, ഫൂൾസ്. വെറും ഫൂൾസ് അല്ല, എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. വെറും എഡ്യൂക്കേറ്റഡ് ഫൂൾസ് അല്ല, വെൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസ് അല്ല, ഇൽ എഡ്യൂക്കേറ്റഡ് ഫൂൾസ്. വന്നത് വന്നു. ഇനിയെങ്കിലും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കള്ള കമ്പനികളുടെ, കള്ള ഫാർമസ്യൂട്ടിക്കൽ മരുന്ന് കമ്പനികളുടെ, കള്ള ചികിത്സകരുടെ കെണിയിൽ നിന്നൊന്ന് രക്ഷപ്പെടുക. ഈ ചികിത്സയ്ക്ക് പോയി രക്ഷപ്പെട്ട ആരോഗ്യത്തോടെ നടക്കുന്ന എത്ര പേരെ നിങ്ങൾ കണ്ടിട്ടുണ്ട്? അതിനെക്കുറിച്ച് ഞാൻ അടുത്ത ദിവസം പറയാം. ജനകീയമായ ആരോഗ്യ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങണം. ജനാരോഗ്യ പ്രസ്ഥാനത്തിൽ ചേരണം. എല്ലാ ജില്ലകളിലും ജനാരോഗ്യ പ്രസ്ഥാനത്തിൻ്റെ അംഗത്വ വിതരണം നടക്കുകയാണ്, സമ്മേളനങ്ങൾ നടക്കുകയാണ്. താഴെ കൊടുക്കുന്ന നമ്പറിൽ വിളിച്ച് ഓരോ ജില്ലയിലെയും സമ്മേളനങ്ങൾ അറിഞ്ഞ് നിങ്ങൾ ഇന്ന് ഈ മുന്നേറ്റത്തിൽ പങ്കാളികളാകുന്നില്ല എങ്കിൽ നിങ്ങൾക്കും കുടുംബത്തിനും ഇത്തരത്തിലുള്ള കെണികളുടെ ചതിവുകൾ പറ്റാൻ സാധ്യതയുണ്ട്. കഴിയുന്നത്ര ഷെയർ ചെയ്തും കമൻറ്റുകൾ എഴുതിയും ലൈക്ക് ചെയ്തും നേച്ചർ ലൈഫ് TV ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്തും ഈ മൂവ്മെൻറ്റിൽ പങ്കാളികളാകുക. നിങ്ങളോട് ഇതിൽ കൂടുതൽ സബ്സ്ക്രൈബ് ചെയ്ത് ആളെ എണ്ണം കൂട്ടുന്നത് ഇതിൻ്റെ വരുമാനം കൂട്ടാനല്ല. നേച്ചർ ലൈഫ് TVയിൽ നിന്ന് വരുമാനം ഞങ്ങൾ വാങ്ങുന്നില്ല. ഇവരുടെ കാശ് നമുക്ക് വേണ്ട. ജംഗ്ലി ഡ്രമ്മിയുടെയും മറ്റ് പലതരത്തിലുള്ള പരസ്യങ്ങൾ ഇടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ആ തീരുമാനം എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ജനകീയമായ ഈ പ്രവർത്തനം ജനകീയമായി പരക്കാൻ നിങ്ങൾ കൂടെ ചേരണം. നന്ദി, നമസ്കാരം.